ഹായ് ഡിയേഴ്സ്, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രിങ്ങിൻ്റെ ആക്സസിബിലിറ്റിയും അതിനുള്ളൊരു എക്സാമ്പിളും പറഞ്ഞു. പിന്നെ NFA എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷനാണ്. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷനാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷൻ, NFA എന്ന് ഷോർട്ടായിട്ട് പറയും. അത് യൂസ് ചെയ്യുന്ന ഓട്ടോമേഷൻ മെഷീനുകളെയാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആണ്, DFA ആണ്. ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്, NFA ആണ്. അപ്പോൾ NFAയും DFAയും ഇപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. കഴിഞ്ഞ കൺവേർഷനും എല്ലാം തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ DFA നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്ത NFA എന്താണ് എന്നാണ് പറയുന്നത്. ഇനി NFAയ്ക്ക് ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. മുന്നേ DFA ഡെഫിനിഷൻ പറയുന്നത് അതിൽ 5 ടപ്പിൾസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിലും പറയുന്നത് 5 ടപ്പിൾസ് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. അപ്പോൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷനിൽ അത് NDFA അല്ലെങ്കിൽ NFA എന്നൊക്കെ പറയും. NFA എന്ന് പറയുന്നതും NDFA എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. അതിന് 5 ടപ്പിൾസ് തന്നെയാണുള്ളത്. ഒന്ന് Q, എപ്സിലോൺ, ഡെൽറ്റ, Q0, F. ഈ 5 സിമ്പലും മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്. Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഓട്ടോമേഷൻ നടക്കുന്നത്, കറണ്ടായിട്ട് ആ മെഷീൻ്റെ സ്റ്റേറ്റ് എന്താണ് എന്ന് പറയാനാണ് Q യൂസ് ചെയ്യുന്നത്. Q എന്ന് പറയുന്നത് എത്ര സ്റ്റേറ്റുകളുണ്ടോ അത്രയും സ്റ്റേറ്റുകളുടെ സെറ്റാണ് Q. മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലും ഓരോ സിമ്പലും. ഇനി അടുത്തത് പറയുന്നത് സിഗ്മയാണ്. സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻപുട്സ് ആണ്. 0യും 1ഉം ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകൾ. ചില സമയങ്ങളിൽ ആൽഫബറ്റ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. 0, 1 ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. അത് ഇൻപുട്സുകളാണ്. സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻപുട്സ് ആണ്. ഇനി അടുത്ത് Q0 എന്ന് പറയുന്നത് ക്യാപിറ്റൽ Qവിൽ ഒരു മെമ്പറാണ്. അത് ഫസ്റ്റ് മെമ്പറാണ്. അതായത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആണ് Q0 എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റിനെയാണ് Q0 എന്ന് പറയുന്നത്. Q0 എന്ന് പറയുന്നത് ക്യൂവിലൊരു മെമ്പറാണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. പിന്നെ പറയാത്തൊന്ന് ഡെൽറ്റയാണ്. ഡെൽറ്റയിലാണ് വ്യത്യാസങ്ങൾ വരിക. വ്യത്യസ്തമായ മെഷീനുകൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് വ്യത്യസ്തമായ ഡെൽറ്റ, അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ DFAയിൽ പറയുന്ന പോലെ ആവില്ല NFAയിൽ പറയുന്നത്. അതാണ് അതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഡെൽറ്റ ഈസ് എ ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഡെൽറ്റ എന്ന ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. എങ്ങോട്ടുള്ള മാപ്പിംഗ് ആണ് വരുന്നത്? Q ക്രോസ് സിഗ്മയാണ്. അതായത് സ്റ്റേറ്റും ഇൻപുട്സും തമ്മിലുള്ള റിലേഷൻ വഴിയാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2⁻Q ആണ്. അതായത് പറയാന്ന് പറയുന്നത് Q ക്രോസ് സിഗ്മ ടെൻസ് ടു 2⁻Q. അതാണ് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് Q ക്രോസ് സിഗ്മ 2⁻Q. ഇതാണ് നാം ഓർത്ത് വെക്കേണ്ട മെയിനായിട്ടുള്ള പോയിന്റ്. അതിനെയാണ് DFAയിലുള്ള അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അത് രണ്ടുമാണ് ഇതിലുള്ള വ്യത്യാസവും. ട്രാൻസിഷൻ ഫംഗ്ഷനിലാണ് ചേഞ്ച് വരുന്നത്. വിച്ച് ഈസ് ദ പവർ സെറ്റ് ഓഫ് Q, ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് Q. അപ്പോൾ 2⁻Q എന്താണ്? പവർ സെറ്റാണ്. അതെന്താണ്? ആ Qവും എന്ത് തന്നെയാണ്? സെറ്റ് ഓഫ് Qയിലെ ഒരു സെറ്റ് ഓഫ് Q ആണ്. സെറ്റ് ഓഫ് എല്ലാ Qവും അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. 2⁻Q എന്ന് പറയുന്നത് Qവിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ പറയുന്നത് ക്യാപിറ്റൽ F ആണ്. F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. അതായത് Q0 ഇനീഷ്യൽ സ്റ്റേറ്റും F എന്ന് പറഞ്ഞ് ഫൈനൽ സ്റ്റേറ്റും അവസാനത്തെ സ്റ്റേറ്റുമാണ്. F എന്ന് പറയുന്നതിൽ Qന് ഈക്വലോ അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റോ ആവാം. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഫംഗ്ഷനാണ് ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. NFAയും DFAയുടെയും ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു NFA അല്ലെങ്കിൽ NDFAൻ്റെ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വഴി കാണിച്ചിട്ടുള്ളതാണ്. ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വഴി കാണിച്ചിട്ടുള്ളതാണ്. ഈ എക്സാമ്പിൾ പറയാം.
അതായത് ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ഇവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചു. ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്യൂ നോട്ട് ആയതുകൊണ്ട് ക്യൂ നോട്ട് എന്ന് എഴുതി. പിന്നെ ഇത് നെക്സ്റ്റ് Q1 Q2 അങ്ങനെ 2 സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരോ മാർക്ക് പോയിട്ടുണ്ട്, ഇങ്ങനെ ആരോ മാർക്ക് പോയിട്ടുണ്ട്, ഇങ്ങനെ ആരോ മാർക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഫിഗറിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇൻപുട്ട്സ് ആണ്. സിഗ്മ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഇൻപുട്ടാണ്, ഇത് ഇൻപുട്ടാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് Q1 Q2ലേക്കുള്ളത് 1ഉം Q1 Q2ലേക്ക് ഇവിടെ നിന്നുള്ളതും 1. ഇത് ട്രാൻസിഷൻ ഡയഗ്രാമാണ് തന്നിട്ടുള്ള ഫിഗറിൽ. ഇനി എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എപ്പോഴും ഒരു എൻ എഫ് എ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, ട്രാൻസിഷൻ ഡയഗ്രാം വരച്ച് പറയാം. അതാകുമ്പോൾ അതെങ്ങനെയും വരയ്ക്കാം. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുന്ന പോലെയല്ലല്ലോ. ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കുക. അത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ ഒരു ഐഡിയയിൽ എക്സാമ്പിൾ കൊടുക്കാം. പിന്നെ അടുത്ത് പറഞ്ഞ ഒരു NFA, അതായത് NDFA-ന് അതിന് ട്രാൻസിഷൻ സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റിൻ്റെ ഫ്ലോ കാണിക്കാൻ. അതായത് ഇതൊരു ട്രാൻസിഷൻ സിസ്റ്റത്തിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രമാണ്. NDFA-ന് ട്രാൻസിഷൻ ഡയഗ്രം തന്നിട്ട് ഇതിൻ്റെ ഫ്ലോ കാണിക്കുക. അതായത് സ്റ്റേജ് ഫസ്റ്റ് ഏത് സ്റ്റേജിലേക്ക് നെക്സ്റ്റ് സ്റ്റേജ്, അങ്ങനെ ഒരു ആ ഫ്ലോ കാണിക്കുന്ന രീതിയാണ് നാം ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗർ എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കണം. അതായത് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഫ്ലോയാണ്. Q0 അടുത്ത സ്റ്റേജ് എന്താണ്, അങ്ങനെ ആ ഒരു സ്റ്റേജ് വരച്ച് കാണിക്കുന്ന രീതിയാണ് വൈൽ സ്റ്റേറ്റ് റീച്ച്ഡ് വൈൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അതായത് ഫിഗറിലേക്ക് ആദ്യം നോക്കുക. Q0 ആണ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് Q1 പോകുന്നുണ്ട്, Q3 പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ Q0 Q3 പോകുന്നു വരച്ചു. പിന്നെ Q0 തന്നെ ഉണ്ട്. അതാണ് ഫിഗറിൽ നോക്കുക. Q1 നിന്ന് Q0 തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അത് 0 എന്നുള്ളതുകൊണ്ട് 1 എന്നുള്ളതുകൊണ്ട് Q3 ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് Q0 0 ഉള്ളത് വരച്ചു ആദ്യം. പിന്നെ Q0 വീണ്ടും 1 ഉള്ളത് വരച്ചു. പിന്നെ 0 വരച്ചു, 0 അങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള, അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേഷൻ്റെ ഒരു ട്രാൻസിഷൻ ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 0 1 0 0 എന്ന രീതിയിൽ സ്റ്റേറ്റിൻ്റെ ഫ്ലോ വരുന്നത്. ഇൻപുട്ട് സിമ്പിൾസ് 0 1 0 0 എന്ന് പോകുന്ന തരത്തിലുള്ള സിമ്പിൾസിൻ്റെ ഒരു ഡയഗ്രാമാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു ഇതിന് താഴെ തന്നിട്ട് ഇത് എങ്ങനെ ഇത് വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫിഗറിൽ നോക്കൂ. ഫിഗർ നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ Q0 സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആരോ മാർക്ക് ഉണ്ട്. പിന്നെ Q0 കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെന്ന് അറിയാം. ഇൻപുട്ട് സിമ്പിൾസ് Q0 തന്നെ 0 വരുന്നുണ്ട്. Q0 1 വരുന്നുണ്ട്. Q0 Q1 1 വരുന്നുണ്ട്. Q0 Q3 0 വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയാം. നമുക്ക് ചെയ്യേണ്ട ഫ്ലോ എന്ന് പറയുന്നത് 0 1 0 0 ആണ്. അപ്പോൾ ആദ്യം തന്നെ 0 1 0 0 കിട്ടണമെങ്കിൽ Q0 ആദ്യം 0 എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ എടുത്താലേ സ്റ്റാർട്ടിങ് ശരിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് 0 എടുത്തു. അതായത് Q0 ഫസ്റ്റിലെ ഇത് 0 എടുത്തു. ഇനി Q0 വേറെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു 0 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അതിൻ്റെ മുന്നേ അതിൽ നിന്ന് വേറെ ഒന്നുണ്ട്, ഇങ്ങോട്ടൊന്നുണ്ട്. അതാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? Q0 തന്നെ 0 ഇടുക. പിന്നെ Q0 താഴത്തേക്ക് Q3 അവിടെ 0 കിട്ടും.
കണ്ടില്ലേ? ക്യൂ നോട്ടിൽ നിന്ന് ക്യൂ നോട്ടിലേക്ക് 0 ഇട്ടു, ക്യൂ നോട്ടിൽ നിന്ന് 3ലേക്ക് 0 ഇട്ടു. നമുക്കിട്ട് 0 1 0 0 ആണ്. അപ്പോൾ 0 കിട്ടി, Q3ലേക്ക് 0 കിട്ടി. രണ്ടിടത്തേക്കും 0 ആണ് ആദ്യം എടുത്തത്. 0 ഉള്ളത് നോക്കി എടുത്തതാണ്. കാരണം 1 ആദ്യം എടുത്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഫ്ലോ ചെയ്യേണ്ട ഫസ്റ്റ് 0 ആണ്. 1 എടുക്കാനായിരുന്നുവെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഈ ക്യൂ നോട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ 1നെ ആയിരുന്നു. ഈ 1 എടുക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റിൽ വരുന്നത് 0 ആയതുകൊണ്ടാണ് ക്യൂ നോട്ടിൻ്റെ ഈ ഒരു സിമ്പലും ഇതും എടുക്കാൻ കാരണം. കൺസിഡർ ചെയ്യേണ്ടത് 0 1 0 0 എന്നുള്ള ഫ്ലോ ആയതുകൊണ്ട്. അങ്ങനെ ഇത് രണ്ടും എടുത്തു. അതാണ് ഈ ഫിഗറിൽ നിങ്ങൾ കണ്ടത്. 0 ഇത് കൺസിഡർ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് 0 കഴിഞ്ഞ് 1 ആണ് കിട്ടേണ്ടത്. 1 കിട്ടണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. 1 ഇത് മാർക്ക് ചെയ്തു. ഇനി 1 കിട്ടണം. അപ്പോൾ ക്യൂ നോട്ടിൽ നിന്ന് ക്യൂ നോട്ട് തന്നെ 0. അപ്പോൾ 0 കിട്ടി. പിന്നെ ക്യൂ നോട്ടിൽ നിന്ന് 1. അപ്പോൾ നമുക്ക് ക്യൂ നോട്ട് ടെൻസ് ടു ക്യൂ നോട്ട് 0 ഇട്ടിട്ട് പിന്നെ അടുത്തത് ക്യൂ നോട്ടിൽ നിന്ന് പിന്നെ ക്യൂ നോട്ട് 1 ഇടാം. അപ്പോൾ അവിടെ റെഡി ആയി, 0 1 ആയി. അതേസമയം ഇവിടെ ക്യൂ നോട്ട് ടു Q3 നമ്മൾ 0 ഇട്ടിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത് വരുന്നത് Q3യിൽ നിന്ന് 0 ആണ്. 0 കഴിഞ്ഞാൽ 1 ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഫിഗറിൽ ഇങ്ങനെ വന്നത്. ബ്രേക്ക് ചെയ്യാൻ കാരണം ക്യൂ നോട്ടിൽ നിന്ന് Q3ലേക്ക് കൊടുത്തു. പിന്നെ Q3യിൽ നിന്ന് വരുന്നത് 1ന് പകരം 0 ആണ്. 0 അല്ല, നമുക്ക് വരുന്നത് 1 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 1 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇവിടെ നിന്ന് ക്യൂ നോട്ടിൽ നിന്ന് ക്യൂ നോട്ടിലോട്ട് ഫസ്റ്റത്തെ എടുത്തു, അതായത് സെൽഫ് ലൂപ്പ്. പിന്നെ അടുത്ത സെൽഫ് ലൂപ്പ് ക്യൂ നോട്ട് 1 കൺസിഡർ ചെയ്തു. കാരണം അത് കൺസിഡർ ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ ഫ്ലോ 0 1 ആയതുകൊണ്ടാണ് 1 എടുത്തത്. പിന്നെ അടുത്ത് ക്യൂ നോട്ടിൽ നിന്ന് വേറെ ഒന്ന് വരുന്നത് ഇവിടെ Q1 ആണ്. അവിടെ 2 വരുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഇവിടെ Q1ലേക്ക് ഒരു 1 വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ വരച്ചത്. Q1ലോട്ട് 1 വരച്ചു. അത് കൂടാതെ Q1ൽ നിന്ന് Q1ലേക്ക് തന്നെ ഒരു 1 ഉണ്ട്. പിന്നെ ആ 1 കഴിഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയായി? 0 1 0 1. നമുക്ക് അത് റെഡിയായി. ഇനി 0 1 0 കിട്ടണം രണ്ടിടത്തും. 0 കിട്ടുന്ന കേസ് നോക്കാം. തിരിച്ചു പോവാം. ഇവിടെ 0 കിട്ടുന്ന കേസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇതുവരെ നിൽക്കുന്നുണ്ട്. നിൽക്കുമ്പോൾ 0 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യൂ നോട്ടിൽ നിന്ന് വീണ്ടും നമുക്ക് 0 വീണ്ടും കൊടുക്കാം. ആ വിഷയമില്ല. 0 1 മാറി കാരണം സെൽഫ് ലൂപ്പ് ഉള്ളത് കൊണ്ട് അവിടെ മാറി മാറി കൊടുക്കാം. അതേസമയം ക്യൂ നോട്ടിൽ നിന്ന് Q1ലേക്ക് എടുത്ത് ചെയ്തു. പിന്നെ Q1ൽ നിന്ന് Q2ലേക്കാണ് പോകുക. അവിടെ 1 ആണ് വരിക. നമുക്ക് കിട്ടുന്നത് 0 ആയതുകൊണ്ട് തന്നെ അതവിടെ ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ബ്രേക്ക് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എഴുതുമ്പോൾ ഈ ഒരു ലൂപ്പ് ആദ്യം കൺസിഡർ ചെയ്യുക. ക്യൂ നോട്ട് അതിന് ഫസ്റ്റിൽ 0 കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. സോ 0 അത് ക്യൂ നോട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ ക്യൂ നോട്ട്. ഇനി നമുക്ക് ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് 1 എടുക്കേണ്ട, അത് 0 ആണ് വരേണ്ടതുകൊണ്ട് അത് കൺസിഡർ ചെയ്തില്ല. കാരണം ഇത് എടുക്കാം, ഇത് 0 ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് Q3 എടുത്തു, 0. ക്യൂ നോട്ട് എടുത്തു. ഇനി Q3 ഇങ്ങോട്ട് 0 ആണ്. നമുക്ക് അടുത്ത് വരേണ്ടത് 0 1 ആണ്. അതുകൊണ്ട് ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്തു. ഈ Q3 എന്നുള്ള ഭാഗം സ്റ്റോപ്പ് ചെയ്തു. അതേസമയം ക്യൂ നോട്ട് ടു ക്യൂ നോട്ട് 0 കൊടുത്തു. പിന്നെ അടുത്ത് 1 വരണം. ഇവിടെ തന്നെ ഉണ്ട് 1 ക്യൂ നോട്ടിൽ നിന്ന് ക്യൂ നോട്ടിലോട്ട് തന്നെ. അപ്പോൾ അടുത്ത് ക്യൂ നോട്ടിൽ നിന്ന് ക്യൂ നോട്ടിലോട്ട് 1 എഴുതി. ഇനി ഈ ക്യൂ നോട്ടിൽ നിന്ന് നമുക്ക് Q1ലേക്ക് 1 ഉണ്ട്, അത് ഇവിടെ എഴുതാം. ക്യൂ നോട്ടിൽ നിന്ന് Q1ലേക്ക് 1. അപ്പോൾ 0 0 1 0 1 എന്ന് കൺസിഡർ ചെയ്യാം. ഇങ്ങോട്ട് 0 1 സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് 0 1 ആണ്, അല്ലാതെ പോകുന്നതും 0 1 ആണ്. ഓക്കെയാണ്. പിന്നെ Q1ൽ നിന്ന് 1 ആണ്. നമുക്കിവിടെ അടുത്ത 0 ആയതുകൊണ്ട് തന്നെ ഇതിവിടെ ബ്രേക്ക് ചെയ്യാം. ഈ താഴെയുള്ള Q1ൻ്റെ അവിടുത്തെ ബ്രേക്ക് ചെയ്തു.
ക്യൂ നോട്ട് മുകളിലുള്ളത് ഇങ്ങനെ പോകുന്നു, ക്യൂ നോട്ട് അങ്ങനെ പോയി. പിന്നെ ക്യൂ നോട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 0 ആണ്. 0 വീണ്ടും ഉണ്ടല്ലോ, സെൽഫ് ലൂപ്പാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോൾ വീണ്ടും ക്യൂ നോട്ട് എഴുതി ഇവിടെ 0 കിട്ടുന്നതുകൊണ്ട് 0 എഴുതി. ഇനി ഇവിടെ നിന്ന് ക്യൂ നോട്ടിൽ നിന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും 0 എഴുതാം. കാരണം ക്യൂ നോട്ട് വീണ്ടും സെൽഫ് ലൂപ്പ് വരുന്നുണ്ടല്ലോ, അങ്ങനെ എഴുതാം. 0 എഴുതാം. ക്യൂ നോട്ട് വീണ്ടും Q1 കൊടുക്കുക. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ സെൽഫ് ലൂപ്പ് വരുന്നത് ഈ ഒരു 0100 വരുന്ന ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഭാഗം ബ്രേക്ക് ചെയ്ത് കളയുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതൊരു പേപ്പറിൽ ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പറ്റുകയാണെങ്കിൽ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് പ്രോബ്ലം മാതിരി ചെയ്തിട്ട് ഇടാം. കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഈസിയാവും. സിമ്പിളാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് Q0100 എന്നുള്ളത് ഇങ്ങനെ വരും. കാരണം ക്യൂ നോട്ടിലേക്ക് 2 സെൽഫ് ലൂപ്പ് ഉള്ളതുകൊണ്ട് എന്തായാലും അത് അങ്ങനെ തന്നെ വരും. പിന്നെ ഒന്ന് വരുന്നത് 0100 ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ക്യൂ നോട്ട് Q3 Q4 വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് 0100 അങ്ങനെ 3 വേയിലൂടെ വരുന്നുണ്ട്. 3 രീതിയിൽ നമുക്ക് ഈ ഒരു വേ പോസിബിളാണ്. അതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. സിമ്പിളാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ സിമ്പിളായ കാര്യമാണ്. വേണമെങ്കിൽ ഇത് എക്സാമിനൊക്കെ ചോദിക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറൊന്നുമില്ല, എങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു.